ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്ന് കാണിക്കാൻ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാതെ സാന്നിധ്യം കൊണ്ട് തന്നെ മഹാമേരുക്കളായി മഹാപ്രസ്ഥാനങ്ങളായി കടന്നുപോയ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഓർക്കുമ്പോൾ വലിയ ശബ്ദങ്ങളും ഭാഷണങ്ങൾക്കും വലിയ അർത്ഥമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ആത്മാവിനെ ഒന്ന് തൊട്ടുണർത്തുക. കാലം, തിരമാലകൾ, പ്രപഞ്ചത്തിലെ സകലതും അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് കടന്നേ പോകുന്നു. നമുക്കും പോവണം. ജനനം മുതൽ തുടങ്ങി നമ്മൾ ഖബറിടത്തേക്കുള്ള യാത്ര. ഈ അടുത്ത് ഒരു കണ്ണുപൊട്ടനെ പറ്റി ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അയാൾ രാത്രി കണ്ണുപൊട്ടൻ രാത്രി ടോർച്ചെടുക്കാറുണ്ട്, ടോർച്ച് കൊണ്ടുപോകാറുണ്ട്, ടോർച്ച് കത്തിച്ചിട്ടാണ് കണ്ണുപൊട്ടൻ പോവുക. ഞാൻ ചോദിച്ചു, എന്തിനാണത്? അപ്പം അയാളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ, എന്തിനാ ടോർച്ച് കൊണ്ടുപോകണം? എതിരെ വരുന്നവർ എന്നെ ഒന്ന് കൂട്ടിമുട്ടാതിരിക്കാൻ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു പോയി, വെളിച്ചത്തിന് രണ്ട് ദൗത്യങ്ങളുണ്ട്. നിങ്ങൾ ഒപ്പുണ്ടെന്ന് വിചാരിക്കുന്നു. വെളിച്ചത്തിന് രണ്ട് ദൗത്യങ്ങളുണ്ട്. നമ്മെ മുന്നോട്ട് നയിക്കാനും ചുറ്റുവട്ടത്തുള്ളവരെ മുന്നോട്ട് നയിക്കാനും. അവർക്ക് വഴിഭ്രംശങ്ങൾ വരാൻ പാടില്ല. അവനവന് വേണ്ടിയല്ലാതെ രക്തം കൊടുത്തവൻ രക്തസാക്ഷി എന്ന് മലയാള കവിതയിൽ പറയുന്നത് പോലെ അവന് വേണ്ടിയല്ലാതെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ നമ്മൾ സ്മരിക്കാറുണ്ട് കാലാകാലങ്ങളിൽ. എപ്പോഴും ഈ മഹാന്മാർ സ്വന്തം വെളിച്ചത്തിനൊപ്പം ഒരു ടോർച്ചും കൊണ്ട് നടന്നിരുന്നു സമൂഹത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ മഹാപ്രസ്ഥാനങ്ങളെ ഓർത്തുപോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അതൊരു സമൂഹമാണ് എന്നാണ്. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വെളിച്ചം വിതറി ഇങ്ങനെ കടന്നുപോയ ആളുകളെ പറ്റിയൊക്കെ സമൂഹമായിട്ടാണ് സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നവർ മനസ്സിലാക്കുന്നത്. ഓർത്തെടുക്കാൻ കുറേ അർത്ഥതലങ്ങളുണ്ട് അവരെ പറ്റി. ശബ്ദകോലാഹലങ്ങളില്ലെങ്കിലും ബാക്കി വെച്ച ശബ്ദങ്ങളും ഓർമ്മകളും കൊണ്ട് തന്നെ ധന്യമായ ഒരു മുഹൂർത്തങ്ങളൊക്കെ ഇന്നും അവർ നിർമ്മിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. ശബ്ദകോലാഹലങ്ങളുടെ ഈ ലോകത്ത് നമ്മൾ സംസ്ഥയുടെ എല്ലാ പണ്ഡിതന്മാരെ എടുത്തു നോക്കുക. ആരെയും ഒഴിവാക്കണ്ട. ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും പരിശോധിച്ച് നോക്കുക. അവരൊക്കെ ജീവിച്ചു പോയ വഴി ഏതാണ്? ഹിറ്റ്ലറുടെ പരിപാടികളൊക്കെ പറയുന്നിടത്ത് ഹിറ്റ്ലർ വരുമ്പോൾ 5000 ആളുകളൊക്കെ റെഡിയാക്കി നിർത്തും കയ്യടിക്കാനെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കായിരുന്നു. 5000 ആളുകളൊക്കെ ഒന്നിച്ച് നിർത്തിയിട്ട് സ്റ്റേജിൻ്റെ അടുത്ത് ഒന്നിച്ച് കൈമുഴക്കാനും മുദ്രാവാക്യം വിളിക്കാനും തയ്യാറാക്കി വെക്കുമെന്ന്. അത് അധികാരം ചോദിച്ചു വാങ്ങേണ്ടവന് എന്നും ഉപയോഗിക്കേണ്ട തന്ത്രങ്ങളുണ്ട്. ഇവർ അധികാരം ചോദിച്ചു വാങ്ങില്ല. ഇവർ ആദരവുകൾ ചോദിച്ചു വാങ്ങിയില്ല. ഇവർ ഒരിക്കലും
എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞില്ല. ഇരിക്കുന്ന സദസ്സിൽ നിന്ന് പുകഴ്ത്തി പറഞ്ഞാൽ അരുത് എന്ന് പറയാൻ പഠിച്ചവരായിരുന്നു അവർ. പക്ഷേ വാക്കുകൾ കൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഈ മൂല്യങ്ങളെയൊക്കെ എത്രമാത്രം നമ്മുടെ കൈക്കുമ്പിളുകൾ ഒതുക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. മൂല്യശോഷണം വന്നു പോകുന്ന ഈ ലോകത്ത് നമ്മൾ ഓർക്കുമ്പോൾ ഈ ഓർമ്മകൾ ഓർത്തും ബാലരമയിൽ കുട്ടികൾ അമർ ചിത്രകഥ വായിക്കുന്നത് പോലെയുള്ളൊരു വായനയായി പോകാൻ പാടില്ലല്ലോ. ചിത്രകഥ വായന പോലെയുള്ള ഒരു വായനയായിട്ടുണ്ട് ലോകത്തിൻ്റെ ഈ സ്മരണകളൊക്കെ. അതാവാൻ പാടില്ലല്ലോ. അവർക്ക് ഹലാലും ഹറാമും അങ്ങനെ നമ്മൾ ഹലാല് ഹറാമ് സുന്നത്ത് ബിദഅത്ത് ഖിലാഫുൽ ഔല അങ്ങനെയുള്ള ഈ വകതിരിവുകൾക്ക് അവർക്കില്ലായിരുന്നല്ലോ. നമ്മൾ ഈ സംസാരങ്ങൾക്കപ്പുറത്ത് ഈ ഒരു എന്താ പറയുക പ്രഭാഷണങ്ങൾക്കപ്പുറത്ത് നമ്മളൊന്ന് സംവദിക്കുക, നമ്മോട് തന്നെ സംവദിക്കുക. മഹാന്മാരുടെ ജീവിതം എന്താ? അവർക്ക് അള്ളാഹു അനുവദിച്ചത് അനുവദിക്കാത്തത് അതല്ലേ ഉള്ളൂ. ഫിഖ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ളതാണോ? അല്ലല്ലോ. ഫിഖ് കോടതിക്ക് വിധിക്കാനുള്ളതാണ്. ഒരു സമൂഹം എങ്ങനെ ജീവിച്ചു പോകണം എന്ന് പറയാനുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ഇന്ത്യൻ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് ഇന്ത്യ സമൂഹം പോവുക. ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു ഇത് എല്ലാത്തിനും ഉണ്ടല്ലോ. മഹാന അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ആളുകളൊന്നും സമ്പാദിക്കാൻ പാടില്ല, ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അത് എതിരാണ്, ഇസ്ലാമികമായ നിദാനശാസ്ത്രവുമായിട്ട് യോജിച്ചു പോകുന്നതല്ലത്, ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് അതല്ല. അതുകൊണ്ട് ആളുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഖലീഫ അങ്ങ് അത് രാജ്യത്തിൻ്റെ ഓർഡർ ഇറക്കണമെന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പറ്റൂല, അത് രാജ്യത്തിൻ്റെ നിയമമാക്കാൻ പറ്റൂല. ഞാൻ വ്യക്തിപരമായിട്ട് അത് പാലിക്കാം. എൻ്റെ ബന്ധപ്പെട്ട ആളുകളോടും പറയാം, രാജ്യത്തിന് എങ്ങനെയാണ് നിയമമാക്കാൻ പറ്റുക? ആളുകൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റും. അത് ഫിഖാണ് എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. നിയമം എല്ലാ നിയമത്തിൽ ഒരു ചട്ടക്കൂട് രാജ്യത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാവണം. അത് പൊതുസമൂഹത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴൊക്കെ. പക്ഷെ അതിനപ്പുറത്ത് ഇസ്ലാമിൻ്റെ മൂല്യമായ തത്വം എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ. ആവശ്യമുള്ളത് കഴിച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ തന്നെ മഹാന്മാർ കാണിച്ചു തന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ അതന്നെയല്ലേ പാലിക്കേണ്ടത്. ഇത് ഈ ഒരു മൂല്യം തന്നെയല്ലേ ഈ മഹാന്മാരൊക്കെ കാണിച്ചു തന്നത്. നമ്മൾ കുറേ കഥകൾ കേൾക്കുന്നതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മൂല്യങ്ങളൊക്കെ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് എഴുതി വെക്കപ്പെട്ട ഹലാലും ഹറാമും സുന്നത്തും കറാഹത്തും ഒക്കെ വേർതിരിക്കുന്നതിനപ്പുറത്ത് മഹാന്മാർ വേർതിരിച്ചത് അള്ളാഹു അനുവദിച്ചോ അനുവദിച്ചിട്ടില്ലേ? ഈ രണ്ട് വേർതിരിവുകളെ മഹാനായ കണ്ണിത്ത് ഉസ്താദിനുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്ത് കറാഹത്തിൽ നിന്ന് നോക്കിയില്ല, ഹറാമെന്ന് നോക്കിയില്ല, ബിദ്അത്തെന്ന് നോക്കിയില്ല, ഖിലാഫുൽ ഔല നോക്കിയില്ല. അനുവദനീയമാണോ? അല്ലേ? നമ്മുടെ ജീവിതത്തിലും പാലിക്കേണ്ടതല്ലേ. മഹാനായ കെ അബൂബക്കർ ഹസരത്ത് നവ്വറല്ലാഹു മർക്കദ ഒമാനൂർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല സംഭവങ്ങളും ഞാനിത് ഏറ്റെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു വിഷമത്തോടു കൂടിയാണ് ഏറ്റെടുത്ത്. കാരണം നമ്മളൊക്കെ കണ്ണിത്ത് ഉസ്താദിനെ സ്മരിക്കാൻ ഒരു അർഹതയില്ലല്ലോ, അർഹതയില്ലാത്ത ഒരു ജോലിയാണ്. പക്ഷേ ഇതാരെങ്കിലും ചെയ്യണ്ടേ? 2-3 വട്ടം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ അവരൊക്കെ മുന്നേ നടന്നു പോകുമ്പോൾ എന്നെ സ്മരിച്ച ആളുകളാണ്, എന്നെ സ്മരിക്കുന്നതിൽ പങ്കെടുത്ത ആളുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ കരുണ തോന്നിയിട്ട് നമ്മളെയും കൂടെ കൂട്ടിയെങ്കിലോ. അല്ലാഹുവേ, ഈ മൃഗങ്ങളും കണ്ണിയത്ത് അഹമ്മദും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ മേലിലേക്ക് കൈ ഉയർത്താൻ ധൈര്യം കാണിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ.
അവർക്കൊക്കെ പിന്നെന്താ അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ പറയാൻ കഴിയുമെങ്കിൽ പിന്നെ അവർക്കെന്താ കടന്നു പോയിക്കൂടെ? ഒരു ചോദ്യമില്ലാതെ. മഹാനായ KK അബൂബക്കർ ഹസ്രത്ത് ഒമാനൂരിൽ നിന്ന്, അപ്പം നിങ്ങൾ പലപ്പോഴും ചിലത് ഒക്കെ കേട്ടതായിരിക്കും, കേൾക്കാത്തത് പറയാൻ കഴിയില്ലല്ലോ, കാരണം കേട്ടറിവുകളാണ് എനിക്കൊക്കെ ഉള്ളത്. അങ്ങനെ പോവാണ്, കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോവാണ് വീട്ടിലേക്ക്. വീട്ടിൽ ചെന്ന് ഒരു സംഖ്യ കൊടുത്തു. KK അബൂബക്കർ ഹസ്രത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? 750 രൂപ കിട്ടുമെന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിന് മതിയാകുമോ? ആ മതിയാകും. ഓ എന്നാൽ ഓക്കെ എന്ന്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും തട്ടിച്ചു നോക്കേണ്ടതില്ലേ? ധർമാധർമ്മങ്ങൾ ശ്രദ്ധിക്കാതെ, നീതിയും അനീതിയും ശ്രദ്ധിക്കാതെ വാരിക്കൂട്ടുന്ന ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് തന്നെ ഒരു തിരിഞ്ഞു കുത്തുന്ന ലോകം വരുമെന്നും ഒരു കാലഘട്ടം വരുമെന്നും നമ്മളൊക്കെ ഓർക്കേണ്ടതല്ലേ? മാനബത്തമിൻ ഹറാമിൻ ഫവ ഔലാ ബിന്നാർ. ഹറാമിൽ നിന്ന് ഉദയം ചെയ്തതെന്തും ഹറാമിൽ നിന്ന് അങ്കുരിച്ചതെന്തും മുളച്ചു പൊന്തിയതെന്തും നരകം കൊണ്ടാണ് ബന്ധപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ജീവിതത്തിൽ ഏത് കോണിൽ വെച്ചാണ് ഈ മഹാന്മാരെ, ഞാൻ കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ അർത്ഥത്തിലും നേതാക്കന്മാർ നമുക്ക് മാതൃകകളാണ്. അത് ഈ കണ്ണിയത്ത് ഉസ്താദിനെ മാത്രമല്ല, ഇഷ്ടം പോലെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടുകയുണ്ടായി. ക്ലാസ് പറയുന്നിടത്ത് അവിടെ വരെയുണ്ട്. ക്ലാസ് പറയുന്നിടത്ത് വളരെ വലിയ നീളം കുപ്പായും തലയെക്കെട്ടുമായിട്ടാണ് ക്ലാസ്സിൽ വരിക എന്ന്. നമ്മൾ ഏത് മേഖല വെച്ചിട്ടാണ് കണ്ണിയത്ത് ഉസ്താദിനെ സ്മരിക്കുക? കഴിയുന്നില്ല. അതിന് മാത്രമുണ്ട് എല്ലാ മേഖലയിലും. ക്ലാസ്സിൽ അങ്ങനെ വരികയാണ്. പക്ഷേ ആ ക്ലാസ്സിൽ വന്നാൽ പോലും ആ ജുബ്ബയും തലയെക്കെട്ടും പലപ്പോഴും അത് അഴിച്ചു മാറ്റിയും, ജുബ്ബ ഇളക്കിയും തലയെക്കെട്ട് അഴിച്ചു മാറ്റിയും ക്ലാസ്സിൽ നടന്നും ഒക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്ന്. വന്നു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അടങ്ങിയിരുന്ന് ആരെയും മുഷിപ്പിക്കുന്ന ക്ലാസ്സല്ല. അവിടെ പോലും ശ്രദ്ധിക്കുന്നുണ്ട്, തൻ്റെ വിദ്യാർത്ഥികൾ തന്നെ ശ്രദ്ധിക്കുന്നോ എന്ന്. നടക്കുന്ന ഉസ്താദ്, അപ്പോഴല്ലേ കുട്ടികളും ഉറങ്ങാതിരിക്കുക? എവിടെയാണ്? മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ അനുഭവം കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ. ചെറുശ്ശേരി ഉസ്താദ് കൊണ്ടോട്ടി കോടങ്ങാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മകളെ ആ ദേശത്തേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് മകളെ കാണാൻ പോവാൻ രാത്രിയായി ഇശാ നിസ്കരിച്ചു. ചെറുശ്ശേരി ഉസ്താദിൻ്റെ പള്ളിയിൽ നിന്നാണ്, കോടങ്ങാട് നിന്നാണ് ഇശാ നിസ്കരിക്കുന്നത്. നിസ്കരിച്ച് നേരം വൈകിയപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാമെന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ നേരത്ത് ചോദിക്കുകയാണല്ല, ഈ പള്ളിയിലെ പായക്കപ്പോൾ എത്തിക്കാഫിരിക്കാൻ വേണ്ടി വഖഫ് ചെയ്തല്ലേ, അതിപ്പോൾ കിടക്കാൻ പറ്റുമോ? വായിച്ചു പോകാം, നമുക്കിത് കേട്ടുപോകാം. ജീവിതത്തിൻ്റെ ഏത് രേണുക്കളിൽ വെച്ചാണ്, ഏത് മൂലകളിലാണ് നമുക്ക് ഇതൊക്കെ മാറ്റിവെക്കുക? നമ്മുടെ രക്തത്തിലും അലിഞ്ഞു ചേരണ്ടല്ലേ ഈ വിശുദ്ധമായ ചോദ്യങ്ങൾ? അപ്പോൾ കുറച്ച് ഞാൻ ചെറുശ്ശേരി ഉസ്താദിനെക്കാണ് കുറച്ച് കൗശലമുള്ള ആളായിട്ടാണ്, എന്താണ് ചിന്തകളിൽ കൗശലവും നർമ്മവും പുലർത്തുന്ന വ്യക്തിത്വമായിട്ടാണ്. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ, ഇത്തികാഫിൻ്റെ നീയത്തും വെച്ചാണ് കിടന്നാൽ പോരെ, 2 കാര്യമായില്ലേ? അതിപ്പോൾ ജി പറഞ്ഞൊരു കാര്യമാണ്. പള്ളിയിൽ കിടക്കലായും ചെയ്ത് ഇത്തികാഫിൻ്റെ കൂലിയും കിട്ടി. സൂക്ഷ്മത നമുക്ക് നഷ്ടമായത് അതാണ്. ഈ ഉമ്മത്ത് നിലനിന്ന് അതിലൂടെയാണ്, സൂക്ഷ്മതയിലാണ് ഈ ഉമ്മത്ത് എന്നും നിലനിന്നിട്ടുള്ളത്. അതിനപ്പുറത്തൊന്നുമില്ല. സൂക്ഷ്മമായ, അതിസൂക്ഷ്മമായ, അതിഗോപ്യമായ കാര്യങ്ങളെപ്പോലും അവർ സൂക്ഷിച്ചു. വാഗ്ധോരണികൾ കൊണ്ടല്ല ഇസ്ലാംമാരെയും കീഴടക്കിയത്, മനസ്സിനെയാണ് കീഴടക്കിയത്. പിന്നീട് അന്നിൻ്റെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് ഒക്കെ രാവിലെയൊക്കെ ഉണർന്നപ്പോൾ രാത്രി ഒരു മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഒരു മസ്അല ചോദിച്ചിരുന്നു. ലഖവിയായ മസ്അല പറയുന്നുണ്ട്.
അതിൻ്റെ വിശദാംശങ്ങൾ അത്ര ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലെങ്കിലും. അപ്പോൾ രാവിലെ ചോദിച്ചു, ഉറക്കൊക്കെ നല്ല ഉഷാറായില്ല, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അതിന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഞാൻ ഉറക്കുക എന്ന് ആ ചോദ്യം ആലോചിച്ച് കിടക്കുകയായിരുന്നു. അന്ന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് 6 മാസത്തിന് ശേഷമാണ് നീ അന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തി എന്ന് പറയുന്നത്. പുതുതലമുറക്ക് നാം കൈമാറുന്ന സന്ദേശം എന്താണ്? ഈ ലോകത്തിൻ്റെ നവജാഗരണത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവിധ മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ധർമാധർമ്മങ്ങൾ അറിയാതെ ഒരു തലമുറ മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഈ ഗാഥകളൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നത് മഹാനായ ഷാഫി റളിയല്ലാഹുവിനെയും അബൂ ഹനീഫ റളിയല്ലാഹുവിനെയും മാലിക് റളിയല്ലാഹുവിനെയും ഒക്കെ അഹ്മദ് റളിയല്ലാഹുവിനെയും ഒക്കെ കാലഘട്ടമാണ്. ശക്തമായ ചേരിത്തിരിവുകൾ കൊണ്ട് ഇസ്ലാമിക ലോകം പുതിയ പുതിയ ആചാരങ്ങളും പുതിയ പുതിയ വിശ്വാസങ്ങളും കൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെയും ഇസ്ലാമികമായ മൂല്യങ്ങളെയും ഇസ്ലാമികമായ വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചൊരു കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ തമർപ്പിച്ചുകൊണ്ട് എല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ട് ഉദയം ചെയ്ത 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമികമായ ജിഹക്ക് എതിര് വരുന്നു എന്ന് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് കൈമാറിയ ഈ സമൂഹത്തിന് ഖനിഞ്ഞെഴുകിയ 4 മഹാപണ്ഡിതന്മാർ അവരൊക്കെ ജീവിക്കുന്നത് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് പുതിയ വിശ്വാസങ്ങൾ കൊണ്ടും പുതിയ ചിന്തകൾ കൊണ്ടും കേരളീയ സമൂഹത്തിനെ മലീമസമാക്കാൻ ശ്രദ്ധിച്ചപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും പോലെ ഇ കെ ഹസൻ മുസ്ലിയാരെ പോലെ ഇ കെ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് അള്ളാഹു ഒരു പടയെ കൊണ്ട് തന്നെ എല്ലാവിധ ഷർറിനെയും തടഞ്ഞു നിർത്തുകയായിരുന്നു. എനിക്ക് ചിലപ്പോഴൊക്കെ സാമ്യം തോന്നിപ്പോകാറുണ്ട് ആ കാലഘട്ടത്തെ പറ്റി. ഷിയാക്കളും അങ്ങനെയുള്ള ഒരു എത്രയോ ആളുകൾ മഹാനായ ഷാഫി റളിയല്ലാഹുവിനൊക്കെ 4 or 5 പുത്തൻ കാഴ്ചപ്പാടുള്ള ആളുകളോട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയല്ലേ ഈ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തലമുറക്ക് നൽകിയ മഹാസംഭവമാണ് കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദുമൊക്കെ. ഇവിടെയും ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ആ മൂല്യവത്തായ ഉന്നതമായ രംഗങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. ചോദ്യങ്ങൾ തറക്കണം അവനവൻ്റെ മനസ്സിലേക്ക്. ഗാഥകൾ പറഞ്ഞു പോകുമ്പോഴും അമ്പുകൾ കൊള്ളണം അവനവൻ്റെ മനസ്സിലേക്ക്. ഈ വിഷയത്തിൻ്റെ ഈ ദീനിൻ്റെ പിൻഗാമികളെന്ന് പറയുന്നവർക്ക് മൂല്യങ്ങളെ കൈപിടിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തിരൂരിൽ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം നടക്കുമ്പോൾ അവിടെ കണ്ണിയത്ത് ഉസ്താദ് കുറച്ച് അധികം സമയം മുമ്പ് വന്നിട്ടുണ്ട്. സംഘാടകർ പള്ളിയിലിരുത്തി. ഉസ്താദ് വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുമ്പോൾ തുപ്പാൻ നോക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് പള്ളിയുടെ വലതേ ഭാഗത്തെ ജനൽവാതിൽ തുറന്നു കൊടുത്തു. ഉസ്താദ് ചോദിച്ചു, വലത് ഭാഗത്തെ ജനലാണോ നീ തുറന്നത് എന്ന്. ജീവിതത്തിൽ നമ്മളൊക്കെ അറിയാതെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളല്ലേ ഇതൊക്കെയോ? ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. അറിയാതെ ഈ തിന്മകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ ഓർമ്മകൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും, ഓർത്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹമുണ്ടല്ലോ, അത് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണോ? നമ്മൾ അവരിൽ നിന്നൊക്കെ മൂല്യങ്ങൾ സ്വീകരിച്ചു. ആ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. നാം നമ്മെ തിരിച്ചറിയുന്നല്ലേ, ഏതാണ് പാരമ്പര്യമെന്ന് തിരിച്ചറിയുന്നില്ല. പഠിക്കുന്ന കാലത്ത് ചില ആളുകൾക്കൊക്കെ അറിയാം, കുറച്ച് എന്താ പറയുക,
പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു ഉസ്താദ്മാരെ. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ കുറച്ചൊക്കെ വായിച്ചത് കൊണ്ടായിരിക്കണം, ഇന്ന് കണ്ണിയത്ത് ഉസ്താദ് ഒരു വിഷയം ചെയ്താൽ നമുക്കുറപ്പാണ്, കെ ഉസ്താദ് ഒരു വിഷയം ചെയ്താൽ നമുക്കുറപ്പാണ്, കാളമ്പാടി ഉസ്താദ് ഒരു വിഷയം ചെയ്തിട്ടുണ്ടോ ഉറപ്പാണ്. ഉറപ്പുകൾ പലപ്പോഴും നമുക്കൊന്നും വരുന്നില്ലല്ലോ. ചോദ്യശരങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലെന്താണ് ഉദിച്ചു വരുന്നത് പഠിക്കുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ബുഹ്ലൂൽ എന്ന് പറയുന്ന സൂഫി വര്യൻ ഒരിക്കൽ നടന്നിങ്ങനെ വിഷമിച്ച് വരികയാണ്. ക്ഷീണിതനാണ് ബുഹ്ലൂൽ. ഹാറൂൺ റഷീദിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എങ്ങോട്ടേ പോയിന് വെച്ച്, ഞാൻ നരകത്ത് പോയിന് കുറച്ച് തീ അന്വേഷിച്ചു കൊണ്ടുപോയതാണ്. കേട്ടോ, എന്ത് സംഭവിച്ചു? അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും തീ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതെന്തേ? തീ ഇല്ല നരകത്തിൽ? അല്ല, തീ അവിടെയൊന്നും തീയില്ല, ആളുകളൊക്കെ തീയുമായിട്ടാണ് ഇങ്ങോട്ട് വരാറ് എന്ന്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ തോളത്ത് ആ തീക്കുണ്ടാരങ്ങൾ വഹിച്ചാണോ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഋജുവായ പാതയിലൂടെ സഞ്ചരിച്ച നമ്മളിവിടെ നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ നമ്മളൊക്കെ ഈ ചെറുപ്പകാലത്ത് പാടവരമ്പത്തൂടെ നടന്നവരല്ലേ? പാടവരമ്പ് കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. പാടവരമ്പത്തൂടെ നടന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ചാടിക്കടന്ന്, നമ്മളൊക്കെ എൻ്റെയൊക്കെ തന്നെ കുട്ടിക്കാലത്തുണ്ടാകും. പാടവരമ്പത്തൂടെ അപ്പുറത്ത് ചളിയുള്ള പാടവരമ്പത്തിലൂടെ നടക്കുമ്പോൾ സമയോ പാടവരമ്പത്തിലൂടെ നടക്കുമ്പോൾ അശ്രദ്ധരായി നമ്മൾ നടക്കുമോ? ഇല്ലല്ലോ. പാടവരമ്പത്തിലൂടെ നടക്കുന്നവൻ എങ്ങനെ അശ്രദ്ധവാനാകും? ഈ പുതിയ കാലഘട്ടത്തിൻ്റെ പാടവരമ്പത്തിലൂടെ നടക്കുന്ന നമ്മൾക്കിങ്ങനെ അശ്രദ്ധവാന്മാരാകും ചെയ്യും? കഴിയൂലല്ലത്. പക്ഷെ നമ്മൾ അശ്രദ്ധരാണ്. അപ്പുറവും ഇപ്പുറവും ചെളിക്കുണ്ടാണെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ബുഹ്ലൂൽ പറഞ്ഞതുപോലെ തീക്കുണ്ടാരങ്ങൾ പേറിക്കൊണ്ടുള്ള ഈ യാത്ര ഇവിടേക്കാണ്. ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഈ വഴിയോരത്ത്, ഇപ്പം എനിക്ക് മദീനത്തൊക്കെ പോകുമ്പോൾ ഈ വഴിയോരത്ത് ആളുകൾ ഭക്ഷണപ്പൊതി കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്, പഠിച്ചോനെ എനിക്കും കിട്ടില്ല ഭക്ഷണപ്പൊതി. അതിനെന്ത് വേണം? ലൈൻ നിൽക്കണം. ഭക്ഷണപ്പൊതി കിട്ടണമെങ്കിൽ ലൈൻ നിൽക്കണം. കിട്ടൂല എന്നൊരു പ്രശ്നമില്ല, കിട്ടുമല്ലോ, ഉറപ്പാണ്. എല്ലാവർക്കും കൊടുക്കാച്ച പിന്നെ എന്താ നമുക്കായിട്ട് കിട്ടാൻ? എന്നതുപോലെ തന്നെയല്ലേ അള്ളാഹു അവിടെ കൊടുക്കാനായിട്ട് നിൽക്കണം. പക്ഷെ നമ്മൾ ലൈനിൽ കയറി നിൽക്കണം. നേരായ മാർഗികളുടെ സന്മാർഗികളുടെ വഴിയിലേക്ക്. റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിരിസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ലൈനിലേക്കാണ് നിൽക്കണം. ലൈനിലേക്ക് നിൽക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ മഹാന്മാർ നടന്നു പോയ ലൈനിലേക്ക് നിൽക്കി. ചോറ് നമുക്കും കിട്ടും, അള്ളാഹു തരും. നമ്മൾ ഇക്കരമ്മ നിന്നിട്ട് അക്കരെ എത്തണമെന്ന് വിചാരിക്കുകയാണ്. ഇക്കരയാണ് നിൽക്കണം, നമ്മൾ ബോധ്യം വേണം നമുക്ക്. ഇക്കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അക്കരയിലേക്ക് പോകണം. എവിടെയാണ് മഹാന്മാരുടെ ലൈനുള്ളത്? ആ അക്കരയിലേക്ക് പോവാൻ നിങ്ങൾ മനസ്സിലാവില്ലേ? അക്കരയിലേക്ക് പോവാൻ നമുക്ക് കഴിയണം. ഇക്കര നിന്നിട്ട് അപ്പുറത്തേക്ക് പോവാനൊരു മനസ്സുമില്ലെങ്കിൽ നമ്മളും ചോറിനെ ആഗ്രഹിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് അവർ ജീവിച്ചു പോയ വഴി, ആ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരാൻ, ഞാൻ പ്രസംഗത്തിനപ്പുറത്ത് നമ്മളെ ഒന്ന് ചോദ്യം ചെയ്യുക. ഹുബ്ബുൻ നബിയൊക്കെ പറയുമ്പോഴും ഒക്കെ അതന്നല്ലേ വരുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കൈവച്ച് ചോദിക്കുക,
ഉമ്മാനെയും ബാപ്പാനേക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. മക്കളെ സൗണ്ട് കേട്ടാൽ മക്കളെന്തോ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്നും എന്ത് രസമുണ്ടോ, വായിച്ചു വെക്കാൻ നമ്മൾ തയ്യാറാണ്. ആ മക്കളെക്കാൾ സ്നേഹിക്കേണ്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതിന് നമുക്ക് താല്പര്യം വരണമല്ലോ. എഴുതാൻ കൊണ്ടെന്ന് വെച്ച പേപ്പറിൻ്റെ നേരെ കാല് നീട്ടാത്ത മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവർ നടന്നു പോയ വഴി വേണ്ടേ? ചെറുപ്പകാലത്ത് തുർമുദി ഇമാം ഒരു വഴിയിലൂടെ നടന്നു പോയ കഥ പറയുന്നുണ്ട്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ട് വൃദ്ധനായ തുർമുദി ഇമാം തന്നെ ഹജ്ജിന് ആ വഴിയിലൂടെ തന്നെ പോവാണ്. ചെറുപ്പകാലത്തും പോയിട്ടുണ്ട്, കുറേ കാലം കഴിഞ്ഞിട്ടും പോകുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു വഴിയിലെത്തിയപ്പോൾ തിർമിദി ഇമാം തല താഴ്ത്തി എന്നാണ്. അത്ഭുത പരതന്ത്രമായിട്ട് ആളുകൾ ചോദിച്ചു, എന്തേ ഇപ്പത്, എന്താ ഒരു ആവശ്യമില്ലാതെ ഒരു വെറും പണി ഇങ്ങനെ തല താഴ്ത്താൻ? അല്ല, ഞാൻ അന്ന് ചെറുപ്പകാലത്ത് പോകുമ്പോൾ അവിടെ താന്ന് നിൽക്കുന്ന ഒരു മരക്കൊമ്പുണ്ടായിരുന്നു, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മരക്കൊമ്പ് ആ വഴിയിലുണ്ടായിരുന്നു എന്ന്. അത്രമാത്രം വിഷയം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മഹാന്മാർ, അവരെ പിന്തുടർന്ന പിന്നെ ഏത് വഴിയിലേക്കാണ്, ഏത് പാടവരമ്പത്തിലൂടെയും നമുക്ക് ധൈര്യത്തോടെ പോകാൻ കഴിയില്ലേ? വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്തിന് പേടിക്കണം? വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വെളിച്ചം അവർ കോരിത്തരുന്നുണ്ട് നമുക്ക്, പക്ഷേ വാങ്ങാൻ നമ്മൾ തയ്യാറാവണം. റേഷൻ പീടികയ്ക്ക് പോകുമ്പോൾ അവിടെ അരിണ്ടോ നോക്കാൻ പോവച്ച് പാത്രം ഉണ്ടല്ലോ, അരിണ്ടോ നോക്കാൻ പോകണമെങ്കിൽ പാത്രം വേണ്ട. അരിണ്ടെന്ന് ഉറപ്പുണ്ട് ചെയ്യും. നമ്മൾ റേഷൻ പീടികയ്ക്ക് പോകുമ്പോൾ പാത്രമായിട്ട് തന്നെ പോകണം, സഞ്ചിയായിട്ട് തന്നെ പോകണം. അള്ളാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനല്ലേ പോകണ്ട്. മുമ്പ് ഒരാൾ ചിലപ്പം കേട്ട് തന്നെ ആയിരിക്കും, പിന്നെ മഴയ്ക്ക് വേണ്ടി വലിയ ദുആ പള്ളിയിൽ നടക്കുകയാണ്. പള്ളിയിൽ ദുആയൊക്കെ നടന്ന് എല്ലാവരും മഴഞ്ഞിപ്പോൾ എന്താ മഴയാണ്ട് പെയ്ത് മഴയതപ്പം പോകാൻ വയ്യ. ഒരാൾ കുടയും പിടിച്ചങ്ങനെ പോയി. അല്ല, നിങ്ങൾ കുടയൊക്കെ കരുതിയിരുന്നു? അല്ല ചങ്ങായിമാർ, നിങ്ങൾ പിന്നെ എന്തോ അലക്കൊക്കെ ഇങ്ങോട്ട് പോകുന്നത്? മഴക്ക് വരുന്ന പിന്നെ മഴയൂലേ, അതിനാദ്യം തന്നെ കുട കൊണ്ടുവരണ്ടേ? എന്തേ നമുക്കൊന്നും ആ വിശ്വാസം വരാത്തത്? ഇത് അള്ളാൻ്റെ മേലെ കൈ ഉയർത്തണം, ചോറ് കൊടുക്കണം, ചോറ് നമുക്കും തരുന്നുള്ള വിശ്വാസം എന്തേ നമുക്ക് വരാത്തത്? അപ്പോൾ അവർ നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് വെളിച്ചം തരുന്നുണ്ട്. തിർമിദി ഇമാമിനെ പറ്റി പറയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് എന്നോട് ഹൈദറുസ്താദത്തെ ഒരു മസല ചോദിച്ചു. ആ വിഷയം ഞാനൊരു 30 കൊല്ലം മുമ്പ് ആലോചിച്ചിരുന്നു എന്ന്. അത് ഞാൻ അന്ന് തറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് കണ്ണിയത്ത് ഉസ്താദ് ഹൈദറുസ്താദിനോട് പറയുന്നുണ്ട്. പോരെ ആ വഴി, നടന്നാൽ പോരെ ആ തണൽ പറ്റി, അതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങോട്ട് പോകണം? ഋജുവാണ് ഈ പാത, സത്യസന്ധമാണ് ഈ വഴി. ഈ വഴികൾക്ക് ഒരു വിഭ്രംശങ്ങളും വരാൻ സാധ്യതയില്ല. സീമാതീതമായി അത് സ്വർഗത്തിലേക്ക് നീളുന്നതാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നടക്കാൻ സാധിക്കണം. അവരെ നമ്മൾ പിൻപറ്റണം. അത് തന്നെയാണ് ഇസ്ലാമിക ഉമ്മത്ത് 14 നൂറ്റാണ്ട് നമുക്ക് കാണിച്ചു തന്നതും. സംഭവിച്ചവർക്കൊക്കെ സംഭവിച്ചത് വഴി അറിയാത്തതാണ്. വഴി തെറ്റിപ്പോവാൻ പാടില്ല. ഏത് കുറ്റിയിലാണ് നമ്മളെ തറച്ചിട്ടിട്ടുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മൾ അറിയണം. നമ്മളെന്ന ആട്ടിൻകുട്ടി വഴി തെറ്റിപ്പോകുമ്പോൾ ഏത് തറയിൽ നമ്മളെ ബന്ധസ്ഥരായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് അറിയേണ്ടതുണ്ട്. മഹാന്മാരായ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല.
أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله സഹോദരങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. അരമണിക്കൂറാണ് പറഞ്ഞത്, അതിൽ 2-3 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശബ്ദ കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ലളിത ജീവിതം എന്നുള്ളതായിരുന്നു ഇവരൊക്കെ കാണിച്ചത് മുഖമുദ്ര. എല്ലാവരെയും പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, സംസ്ഥയുടെ നേതാക്കന്മാരൊക്കെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ്. നാട്ടിക് ഉസ്താദ് വയലിന് പോയി, ഈ അടുത്തൊരാൾ പറഞ്ഞതാണ്, വയലിന് പോയി തിരിച്ചു വന്നു. വയലിന് കൊണ്ടുപോയാൽ ഭക്ഷണം കൊടുത്തില്ല. തിരിച്ചു വന്നിട്ട് MSCയിൽ മാനേജറാണ് നാട്ടിക് ഉസ്താദ്. തിരിച്ചു വന്നിട്ട് പണിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ കിടന്നിട്ടുണ്ട്. ഭക്ഷണം എന്തുണ്ടോ ചോദിച്ചാലോ കണ്ട ആളോട്, ഇല്ല ഒക്കെ ചോറ് വെള്ളത്തിട്ടല്ലോ ആണ്. സ്ഥാപനത്തിൻ്റെ മാനേജറാണ്, അതിന് പോയതാണ്. ആ മഹാൻ വണ്ടിയിൽ കുറച്ച് 1-2 നാളൊപ്പം കൂടി നിന്നാണ്. പോയിട്ട് വെള്ളത്തിലിട്ട ചോറെടുത്തിട്ട് അതും കൈകൊണ്ട് കോരിയിട്ട് പ്ലേറ്റിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പറഞ്ഞു, ഇതിന് ഭയങ്കര രസമാണല്ലോ എന്ന്, ഭയങ്കര രുചിയുണ്ടല്ലോ ഇത് എന്ന് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന്. പലപ്പോഴും ചില ആളുകൾ വണ്ടിക്കെണ്ണ കടിക്കാൻ പോലും കാശ് കൊടുക്കൂലായിരുന്നു. നാട്ടിക് ഉസ്താദിനെ പറ്റി പറയാലോ, ചിലയിടത്തുനിന്ന് കിട്ടും, ചിലയിടത്തുനിന്ന് കിട്ടൂല. നാട്ടിക്ക് പിന്നെ മൂസ ഇവിടുന്ന് പെരയുന്ന കൊണ്ടൊന്നും അല്ലെന്ന് തോന്നുന്നു, കിട്ടുന്നിടത്തുനിന്ന് വാങ്ങും, അല്ലാത്തടത്തുനിന്ന് ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ജീവിതം ഇങ്ങനെ തവക്കുലാക്കാൻ, ജീവിതത്തെ ഇങ്ങനെ നിസ്സാരമായി കാണാൻ, വൈൻകുന്ത ദാ കൽബിൻ കനോയിൻ ഫഅൻത വമാലിക്കുദ്ദുന്യാ സവാവു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സിനൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിലെ രാജാവും സമാണെന്ന് ഷാഫി ഇമാം പറയുന്നുണ്ട്. നമുക്ക് മാളികകളുടെ മേൽ മാളിക വേണം, നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് കട്ട പതിക്കണം, അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളും ആ വഴി ഇക്കരെ നിന്നിട്ട് അവരെ വഴിയിലേക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെറുപ്പകാലത്ത് ചെന്നാൽ ആരാൻ ചോദിക്കും, തങ്ങളാന്ന് പറയും. ഏത് തങ്ങൾ? അപ്പോൾ പേര് പറഞ്ഞാൽ ഓക്കെ.
അപ്പോൾ സാദിഖലി തങ്ങൾ പറയാണ്, എൻ്റെ കൈ മുടിച്ച് മുത്തും, ഞാൻ വല്ലാതെയായി പോകും, പക്ഷെ ഞാനും ആ കൈ പിന്നെ ശിരസ്സോട് ചേർക്കും, എൻ്റെ കൈ ഞാൻ പിന്നെ എൻ്റെ ശിരസ്സോട് ചേർക്കുമെന്ന്. ഹർമത്തും ബഹുമാനവും അവർ പരസ്പരം സൂക്ഷിച്ചു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുഅ്തസിം എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പീഡിപ്പിച്ചു എന്നൊക്കെ ഇപ്പം നമുക്ക് പറയുന്നതിനപ്പുറമാണ്. പലപ്പോഴും ബോധം കിട്ടുപോയിട്ടുണ്ട്. അടി കിട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് ഇറച്ച് തൂങ്ങിയിട്ട് പിന്നീട് വൈദ്യർ വന്നിട്ട് അത് മുറിച്ചു മാറ്റാണ്. അങ്ങനെ പീഡിപ്പിച്ചു. പക്ഷേ ആ പീഡിപ്പിച്ചതിന് ശേഷവും അങ്ങനെ വലിയ സംഭവമാണത്. കാലഘട്ടം കഴിഞ്ഞു, മുഅ്തസിമിൻ്റെ കാലഘട്ടവും കഴിഞ്ഞു. പിന്നീട് രാജാക്കന്മാർ വന്നു, അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹം സുഖജീവിതം നയിക്കുകയാണ്, അഥവാ വിശ്രമജീവിതം നയിക്കുകയാണ്. വൈദ്യർ വരുമ്പോൾ ചോദിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യർ വന്നപ്പോൾ ചോദിച്ചു, ആളുകൾ മുഴുവൻ മുഅ്തസിമിനെതിരെ ദുആ ചെയ്യുന്നു, നിങ്ങളെ പീഡിപ്പിച്ച് മുഅ്തസിമിനെതിരെ ദുആ ചെയ്യുന്നു, നിങ്ങളെന്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല? നിങ്ങളെപ്പോഴും മുഅ്തസിമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ദുആ ചെയ്യുന്നത് എന്ന് ഈ വൈദ്യൻ ചോദിച്ചപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുഅ്തസിമിനെതിരെ ഞാൻ ദുആ ചെയ്യില്ല, ഒരു വാക്ക് ഞാൻ ഉരിയിടില്ല. കാരണം മുഅ്തസിം അഹ്ലു ബൈത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് ഈ പാരമ്പര്യമൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ മഹാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് ഈ പാരമ്പര്യം മുറുകെ പിടിക്കുക, നമ്മൾ വായിക്കുക, നമ്മൾ പഠിക്കുക, ഈ മഹാന്മാരെ പറ്റി പഠിക്കുക. നമ്മൾ കരുതി വെക്കണം ചില മൂല്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കുറിച്ചു കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പുതിയ വാട്സപ്പിൻ്റെയും നവ മീഡിയകളുടെ ലോകത്ത് നമുക്ക് ചില മൂല്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് വരുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്. നമ്മൾ അറിയണം അതിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കണം, ഈ മഹാന്മാരെ പറ്റി പഠിക്കണം. അങ്ങനെയുള്ള ആളുകളെ പറ്റി പഠിച്ചുകൊണ്ട് നമ്മൾ തലമുറയ്ക്ക് ഈ സന്ദേശം കൈമാറണമെന്ന് നമ്മൾ വളരെ അധികം വലിയ ഒരു വിശ്വാസം നമ്മൾ മനസ്സിൽ കരുതണം. നമ്മൾ അങ്ങനെയുള്ള ഒരു ഉറപ്പ് നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അവരും നമ്മളെപ്പോലെയുള്ള മജ്ജയും മാംസവും വികാരങ്ങളുമുള്ള ആളുകളായിരുന്നു. ചരിത്രത്തിൽ പറയുന്നുണ്ട് ആമിർ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരാളെ പറ്റി. അദ്ദേഹം അള്ളാഹുവിനോട് പല കാര്യങ്ങളും ചോദിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രസിദ്ധമാണെന്നും തോന്നുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു, സ്ത്രീകളെ പറ്റി എനിക്കൊരു താല്പര്യം ഉണ്ടാവരുത് എന്ന്. വലിയ കഥയുടെ ബാക്കിയാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഒരു ചുമര് കണ്ടാലും ഒരു സ്ത്രീയെ കണ്ടാലും എനിക്ക് സമമാണ് എന്ന്. നമ്മളെപ്പോലെ മജ്ജയുള്ള, നമ്മളെപ്പോലെ മാംസമുള്ള, നമ്മളെപ്പോലെ വിചാരങ്ങളുള്ള ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കണമല്ലോ. കണ്ണീർ ഉസ്താദ്, മി കെ ഉസ്താദ് ഈ കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചു പോയത്. അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സൂഫിവര്യന്മാരായി ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ നമുക്കുമൊക്കെ അതിന് സാധിക്കും. അതിനുള്ള ഒരു ഉറപ്പും കരുത്തുമാണ് നാം നേടിയെടുക്കേണ്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാവുക. മഹാനായ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ് നദി മുറിച്ചു കടക്കാൻ അദ്ദേഹത്തിന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ സാധിച്ചുവെങ്കിൽ ഖൈർവാൻ പട്ടണം നിർമ്മിക്കുന്ന സമയത്ത് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ഖൈർവാൻ പട്ടണം നിർമ്മിക്കാൻ പോവുകയാണ്. ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു പട്ടണം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇഴജന്തുക്കളും മനുഷ്യനെ പിടിക്കുന്ന ജീവികളും സിംഹങ്ങളും കാട്ടുജീവികളും ഒക്കെയാണുള്ളത്. ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, അതുകൊണ്ട് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇവിടെ പട്ടണം നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വിഷസർപ്പങ്ങൾ വരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ആലോചിക്കണം, നമ്മൾ ആ പാരമ്പര്യം ഏറ്റുവാങ്ങുന്നവരാണ്. മഹാനായ കണ്ണീത്ത് ഉസ്താദിൻ്റെയും ശംസുലുമയുടെയും വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചില മൂല്യങ്ങളെയും ലളിതമായ ജീവിതത്തിൻ്റെയും മാതൃകകളായി നമുക്ക് അടുത്ത തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ മാത്രമാണ് ഈ അനുസ്മരണത്തിന് സാർത്ഥകമായ ഒരു അന്ത്യമുണ്ടാവുക. അതിന് നമ്മൾ മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. മനസ്സ് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഈ ലൈനിലേക്ക് പോരുക. അക്കരെ നിന്നുകൊണ്ട് ഈ ലൈനിലേക്ക് പോരണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് വ്യർത്ഥമാണ്, അത് മൂഢത്തരമാണ്. നമ്മൾ ഇർജുവായ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാണ്.
തയ്യാറാവണം. അള്ളാഹു മാറ്റത്തെ കൊണ്ടുവരില്ല നിങ്ങൾ മാറ്റത്തിന് തയ്യാറാകാത്ത കാലഘട്ടത്തോളം എന്ന്. നിങ്ങൾ മാറ്റത്തിന് തയ്യാറുണ്ടോ? ഞാൻ മാറ്റത്തിന് തയ്യാറുണ്ടോ? എൻ്റെ മനസ്സ് മാറണം, എൻ്റെ ജീവിതം മാറണം, എൻ്റെ ശരീരം മാറണം, എൻ്റെ മക്കൾ മാറണം, കുടുംബം മാറണം എന്ന് നിങ്ങൾക്കും എനിക്കും മാറ്റത്തിന് വേണ്ടി നമ്മൾ ത്യാഗിക്കുന്നുവോ, നമ്മൾ അതിനുവേണ്ടി ത്വരപ്പെടുന്നുവോ, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ, ഈ ചിരപരിതമായ ഈ തെറ്റുകളെയൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.